ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ സ്പേസ് പഠിച്ചു. അതിനുശേഷം സബ്സ്പേസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, എന്തായിരുന്നു സബ്സ്പേസ് എന്ന് പറയുന്നത്? ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ആൻഡ് ഡബ്ല്യു ബി എ സബ്സെറ്റ് ഓഫ് വി. Then W is said to be a subspace of V if W itself is a vector space under the same operations defined on V and over the same field. Okay, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യുവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു സബ്സ്പേസ് എന്ന് വിളിക്കാം. ഇനി സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് മാത്രമേ ചെക്ക് ചെയ്യണുള്ളൂ? ഇഫ് ആൽഫ കോമ ബീറ്റ എനി ടു വെക്റ്റേഴ്സ് ഇൻ ഡബ്ല്യു ദെൻ ചെക്ക് വെദർ സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് പറയും. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് എക്സാമ്പിൾ, ഇഫ് വി ഈസ് എ വെക്റ്റർ സ്പേസ് ദെൻ വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. വി ഒരു വെക്റ്റർ സ്പേസ് ആണെങ്കിൽ വി അതിൻ്റെ തന്നെ സബ്സ്പേസ് ആണ്. നെക്സ്റ്റ്, ലെറ്റ് ഡബ്ല്യു ബി എ സബ്സെറ്റ് ഓഫ് വി. W contains only 0 vector, then W is a subspace of V called 0 subspace. 0 vector മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ സെറ്റ് വിയുടെ സബ്സ്പേസ് ആയിരിക്കും. ആ സബ്സ്പേസിനെ വിളിക്കുന്ന പേരാണ് സീറോ സബ്സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻ Fn the set of all n tuples with x1 equal to 0 is a subspace. എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് n ടപ്പിൾസിൻ്റെ സെറ്റാണ് Fnലുള്ളത്. ഓക്കെ, x1 x2 എക്സെട്ര xn എന്നുള്ള n ടപ്പിൾസാണ് അതിലത്തെ എലമെൻസിൻ്റെ ഫോം. അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണെങ്കിൽ x1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആൽഫ എന്നുള്ള എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 0, x2, എക്സെട്ര xn ആൻഡ് ബീറ്റ ഈക്വൽ ടു വേറൊരു എലമെൻ്റാണ് 0, y2, y3 എക്സെട്ര yn. നമുക്ക് സി ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് നോക്കി നോക്കാം. സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്, ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ ആഡ് ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ് വരിക? 0 തന്നെയാണ് വരിക. 0, നെക്സ്റ്റ് എലമെൻറ്റ് എന്ത് വരും? സി x2 പ്ലസ് y2. നെക്സ്റ്റ് എലമെൻറ്റ് സി x3 പ്ലസ് y3 എക്സെട്ര സി xn പ്ലസ് yn. അപ്പോൾ ഇത് ഡബ്ല്യുവിലത്തെ എലമെൻസിൻ്റെ ഫോം ഇങ്ങനെ തന്നെയല്ലേ? ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിട്ട് തന്നെയല്ലേ വന്നിട്ടുള്ളത്? അതുകൊണ്ട് അത് ഡബ്ല്യുവിലെ എലമെൻ്റ് ആണ്, അതുകൊണ്ട് ഡബ്ല്യു സബ്സ്പേസ് ആണ്. Next, the set of all n tuples x1, x2, etc. xn with x1 equal to 1 plus x2 is not a subspace. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ആൽഫ ഈക്വൽ ടു 1 പ്ലസ് x2, x2 എക്സെട്ര xn. ആദ്യത്തെ കണ്ടീഷൻ അല്ല, സോറി, ആദ്യത്തെ എലമെൻറ്റ്. നെക്സ്റ്റ് എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 1 പ്ലസ് y2, y2, y3 എക്സെട്ര yn. ഇതാണ് എലമെൻസിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള രണ്ട് എലമെൻറ്റ്സ് നമ്മൾ എടുത്തു. ഇനി ആ രണ്ട് എലമെൻറ്റ്സ് ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആൽഫ പ്ലസ് ബീറ്റ കാണുമ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 2 എന്നാണ് വരിക. 2 പ്ലസ് x2 പ്ലസ് y2 എന്നാണ് വരിക. അവിടെ തന്നെ തെറ്റി. ഓക്കെ, അതുകൊണ്ട് ഇതെന്തല്ല? ഡബ്ല്യുവിലെ എലമെൻറ്റിൻ്റെ ഫോം അല്ല, അത് ഡബ്ല്യുവിലെ എലമെൻ്റ് അല്ല. അപ്പോൾ അതെന്തല്ല? സബ്സ്പേസ് അല്ല. ഓക്കെ, നെക്സ്റ്റ്, ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് എ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ഇനി എന്താണ് ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്? AX ഈക്വൽ ടു 0 എങ്ങനെയുള്ള ഫോമിലാണ് നമ്മളൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. AX ഈക്വൽ ടു 0യിലെ എനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു m/n മെട്രിക്സ് ആണെന്ന് വിളിക്കാം. എക്സിനെ എന്ത് വിളിക്കാം? ഒരു n/1 കോളം മെട്രിക്സ് ആയിട്ട് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, AX ഈക്വൽ ടു 0യിലെ എക്സ് എന്ന് പറയുന്ന കോളം മെട്രിക്സ് സൊല്യൂഷൻ സ്പേസ് ആയിട്ട് വിളിക്കാം. ഇതിൽ അങ്ങനെയുള്ള രണ്ട് എലമെൻറ്റ്സ് എടുക്കണം. ഡബ്ല്യു എന്നുള്ള ഒരു സെറ്റാണ്. ആ ഡബ്ല്യുവിലെ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ്. ഏതൊക്കെയാണ്? എക്സും സൊല്യൂഷൻ സ്പേസ് ആണ്, വൈയും സൊല്യൂഷൻ സ്പേസ് ആണെന്ന് വിചാരിക്കുക. x, y ബിലോങ്സ് ടു ഡബ്ല്യു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? AX ഈക്വൽ ടു 0 എന്നും AY ഈക്വൽ ടു 0 എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? A ഇൻറ്റു CX പ്ലസ് വൈ എന്നുള്ളത് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ CX പ്ലസ് വൈ എന്നുള്ളത് ഡബ്ല്യുവിലെ എലമെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ A ഇൻറ്റു CX പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ AXY എന്നുള്ളതെല്ലാം മെട്രിസസ് ആണ്. C എന്ന് പറയുന്നത് സ്കെയിലാറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു AX പ്ലസ് AY ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 0 ഈക്വൽ ടു 0. അതുകൊണ്ട് ഇത് ഡബ്ല്യുവിലെ എലമെൻ്റ് ആണ്. ഇനി
ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വരുമോ എന്നുള്ളത് നമുക്ക് ijth എലമെൻ്റായിട്ട് കാണിക്കണം എന്നില്ല. ഇങ്ങനെ എഴുതിയാൽ തന്നെ ഡയറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മെട്രിക്സ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് തരികയാണ്. ആ എക്സാമ്പിൾസ് സ്വയം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. The space of all polynomial functions over the field f is a subspace of the space of all functions from f to f. Polynomial functionsൻ്റെ ഒരു സെറ്റ് എടുക്കുക. ആ സെറ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? സബ്സ്പേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 2 പോളിനോമിയൽ ഫംഗ്ഷൻസ് എടുക്കുക, ആഡ് ചെയ്യുക, സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ ഒരു പോളിനോമിയൽ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ചെയ്ത് നോക്കുക. പോളിനോമിയൽ എന്താണ്? ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്തെടുക്കാം? c0 പ്ലസ് c1x1 പ്ലസ് c2 എക്സെട്ര അപ് ടു xn. അത് സ്ട്രിക്ട്ലി n ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് ഡിഗ്രി പോളിനോമിയൽ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, ആൻ n/n മെട്രിക്സ് എ ഓവർ ദ ഫീൽഡ് എഫ് ഈസ് സിമെട്രിക് ഇഫ് aij ഈക്വൽ ടു aji ഫോർ ഈച്ച് ij. ദ സിമെട്രിക് മെട്രിസസ് ഫോം എ സബ്സ്പേസ് ഓഫ് ദ സ്പേസ് ഓഫ് ഓൾ n/n മെട്രിസസ് ഓവർ എഫ്. സിമെട്രിക് മെട്രിക്സ് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. aij ഈക്വൽ ടു aji ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു സിമെട്രിക് മെട്രിക്സ് എന്താണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന മെട്രിക്സസിൻ്റെ കളക്ഷൻ എടുക്കുക, എയും ബിയും എടുക്കുക, സി എ പ്ലസ് ബി എഗെയിൻ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതും ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ, an n/n matrix A over the field C of complex numbers is Hermitian if aji equal to aij bar for each ij. The bar denotes complex conjugation. A 2x2 matrix is Hermitian if and only if it has the form z x plus iy x minus iy w. That is, x, y, z, w are real numbers. Then the set of all Hermitian matrices is not a subspace of the space of all n/n matrices over C. For if A is Hermitian, the diagonal entries a11, a22, etc. are all real numbers. The diagonal entries of IA are in general not real. The set of all n/n complex Hermitian matrices is a vector space over the field R of real numbers. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കുറേ വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അതൊരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു തിയറാണ്. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. ദ ഇൻ്റർസെക്ഷൻ ഓഫ് എനി കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് വി ഇസ് എ സബ്സ്പേസ് ഓഫ് വി. അതായത് വി ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിൽ ഇൻ്റർസെക്ഷൻ എടുക്കുക. സബ്സ്പേസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ്. w1, w2 എക്സെട്ര ആർ സബ്സ്പേസസ് ഓഫ് വി. അതായത് w ആൽഫ ഈസ് ദ കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് വി. ഇനി ഇൻ്റർസെക്ഷൻ ഓഫ് w ആൽഫേനെ നമുക്ക് w എന്ന് ഡിനോട്ട് ചെയ്യാം. ദറ്റ് ഈസ് w ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ ഓഫ് w ആൽഫ. ബി ദെയർ ഇൻ്റർസെക്ഷൻ. ഓക്കെ, സിൻസ് ഈച്ച് w ആൽഫ ഈസ് എ സബ്സ്പേസ്, 0 വെക്റ്റർ ബിലോങ്സ് ടു ഈച്ച് w ആൽഫ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് എന്താണ്? വി ഒരു വെക്ടർ സ്പേസ് ആണ്. w1, w2 എക്സെട്ര നമുക്കതിനെ w ആൽഫ എന്ന് ജനറലി വിളിക്കാം. w ആൽഫകളെല്ലാം എവിടുത്തെ സബ്സ്പേസുകളാണ്? വിയിലെ സബ്സ്പേസ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇൻ്റർസെക്ഷൻ ഓഫ് w ആൽഫ ഈസ് എഗെയിൻ എ സബ്സ്പേസ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ w ആൽഫകളും സബ്സ്പേസ് ആയതുകൊണ്ട് എല്ലാ w ആൽഫയിലും എന്തുണ്ട്? 0 എന്നുള്ളൊരു വെക്ടർ ഉണ്ട്. 0 വെക്ടർ എല്ലാ w ആൽഫയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഇൻ്റർസെക്ഷൻ ഓഫ് w ആൽഫയിലുണ്ടെന്ന് പറയാം. 0 വെക്ടർ ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ ഓഫ് w ആൽഫയിലുണ്ട്. ഇൻ്റർസെക്ഷൻ ഓഫ് w ആൽഫേനെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്തത്? w എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ 0 എന്നുള്ളത് എവിടുത്തെ എലമെൻ്റ് ആണ്? w-ലെ എലമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് w ഈസ് നോൺ എംപ്റ്റി. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആൽഫ കോമ ബീറ്റ എനി 2 വെക്ടേഴ്സ് ഇൻ w. അതായത് ആൽഫയും ബീറ്റയും എവിടെയുണ്ട്? w-ലെ എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ w എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഇൻ്റർസെക്ഷൻ ഓഫ് w ആൽഫേനെയാണ്. അതായത് ആൽഫയും ബീറ്റയും എവിടെയുണ്ട്? എല്ലാ w ആൽഫകളിലും ഉണ്ട്.
ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ഡബ്ല്യു ആൽഫയിലും എന്തുണ്ട്? ആൽഫയും ബീറ്റയും ഉണ്ട്. ഡബ്ല്യു ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സബ് സ്പേസ് ആണ്. അതുകൊണ്ട് സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് ഓരോ ഡബ്ല്യു ആൽഫയിലുണ്ട്. സി ആൽഫ പ്ലസ് ബീറ്റ ഓരോ ഡബ്ല്യു ആൽഫയിലുണ്ടെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ആൽഫയിലുണ്ടെന്ന് പറയും. ദറ്റ് ഈസ് സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് പറയാം. ദെൻ ഡബ്ല്യു ഈസ് എ സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യും. Next theorem, let W1 and W2 be subspace of a vector space V. Then W1 union W2 is a subspace of V if and only if W1 is contained in W2 or W2 is contained in W1. വേറൊരു രീതിയിൽ പറഞ്ഞാൽ യൂണിയൻ ഓഫ് ടു സബ്സ്പേസസ് ഓഫ് വി ഇസ് എ സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി അതർ. അതായത് ആക്ച്വലി യൂണിയൻ ഓഫ് ടു സബ്സ്പേസസ് ഈസ് നോട്ട് എ സബ്സ്പേസ്. രണ്ട് സബ്സ്പേസുകളുടെ യൂണിയൻ എടുത്താൽ അത് ഒരിക്കലും എന്താവണമെന്ന് നിർബന്ധമില്ല, സബ്സ്പേസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്ന് പറയാം? സബ്സ്പേസ് ആണെന്ന് പറയാം. എന്തായാലും ആ കണ്ടീഷൻ W1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ W2 അല്ലെങ്കിൽ W2 ഈസ് കണ്ടെയ്ൻഡ് ഇൻ W1. അങ്ങനെയാണെങ്കിൽ നമുക്കത് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ പ്രൂഫിലേക്ക് കിടക്കാം. സപ്പോസ് ദാറ്റ് W1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ W2. എങ്ങനെ വേണമെങ്കിലും വരാം. W2 ഈസ് കണ്ടെയ്ൻഡ് ഇൻ W1 നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സപ്പോസ് ദാറ്റ് W1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ W2. ദെൻ W1 യൂണിയൻ W2 ഈസ് ഈക്വൽ ടു വാട്ട്? ദ ബിഗ്ഗർ വൺ W2. ദെൻ we know that W2 is a subspace. That means W1 union W2 is a subspace. അപ്പോൾ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തു. എങ്ങനെയാണ്? ഒന്നിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്താൽ ബിഗ്ഗർ വൺ ആണ് അതിൻ്റെ യൂണിയനായിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് പറയാം? W2 സബ്സ്പേസ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിയനും സബ്സ്പേസ് ആണെന്ന് പറയാം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. W2 ഈ കണ്ടെയ്ൻഡ് ഇൻ W1 ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് വരിക. അപ്പോൾ W1 ആണ് യൂണിയൻ വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? W1 യൂണിയൻ W2 ഈസ് ഈക്വൽ ടു W1 ഈസ് എ സബ്സ്പേസ് എന്ന് പറയാം. ഇനി കോൺവേഴ്സ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. എന്താണ് കോൺവേഴ്സ് പാർട്ട്? അസ്യൂം W1 യൂണിയൻ W2 ഈസ് എ സബ്സ്പേസ് and W1 is not contained in W2 and W2 is not contained in W1. നമ്മൾ അസ്യൂം ചെയ്യുന്നത് W1 യൂണിയൻ W2 ഒരു സബ്സ്പേസ് ആണെന്നും പക്ഷേ W1 W2ലില്ല, അതുപോലെ W2 W1ൽ ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണ്. W1 ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ W2. അതിൻ്റെ അർത്ഥം എന്താ? ദർ എക്സിസ്റ്റ് ആൻ ആൽഫ ഇൻ W1 ദാറ്റ് ഈസ് നോട്ട് ഇൻ W2. W2ൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ W2ൽ ഇല്ലാത്ത ഏതോ ഒരു എലമെൻറ്റ് W1ലുണ്ട്. അതിൻ്റെ പേരാണ് ആൽഫ. തിരിച്ചും W2 ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ W1ൻ്റെ മീനിങ് എന്താ? ദർ എക്സിസ്റ്റ് എ ബീറ്റ ഇൻ W2 ദാറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു W1. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്നുള്ളത് W1ലുണ്ട്, ബീറ്റ എന്നുള്ളത് W2ലുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ആൽഫ W1ലുണ്ട്, ബീറ്റ W2ലുണ്ടെങ്കിൽ ആൽഫ കോമ ബീറ്റ എന്നുള്ളത് എവിടെയുണ്ട്? W1 യൂണിയൻ W2ലുണ്ട്. W1 യൂണിയൻ W2ൽ ഏതൊക്കെയുണ്ട്? ആൽഫയുണ്ട്, ബീറ്റയുണ്ട്. W1 യൂണിയൻ W2 എന്താണെന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്? സബ്സ്പേസ് ആണെന്നാണ് എടുത്തിട്ടുള്ളത്. അത് സബ്സ്പേസ് ആയതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എവിടുത്തെ എലമെൻ്റാണ്? W1 യൂണിയൻ W2ലെ എലമെൻ്റാണ്. ഓക്കെ, സബ്സ്പേസ് ആയതുകൊണ്ട് അതിൻ്റെ സം ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എവിടുത്തെ എലമെൻ്റാണ്? W1 യൂണിയൻ W2ലെ എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ യൂണിയനിൽ ഒരു എലമെൻ്റാണ് ആൽഫ പ്ലസ് ബീറ്റ. അതിൻ്റെ അർത്ഥം എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഐദർ ബിലോങ്സ് ടു W1 ഓർ ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണ്. ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W1. അപ്പോൾ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിലല്ലേ അതിൽ യൂണിയനിലുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ആൽഫ പ്ലസ് ബീറ്റ W1 യൂണിയൻ W2ലുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ W1ൽ ഉണ്ടാകണം അല്ലെങ്കിൽ W2ൽ ഉണ്ടാകണം. അപ്പോൾ W1ലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ ബിലോങ്സ് ടു W1. അത് എവിടെ നിന്നാണ് വന്നത്? കാരണം ആൽഫ എവിടുത്തെ എലമെൻ്റാണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു? W1ലെ എലമെൻ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആൽഫ W1ലെ എലമെൻ്റ് ആണെങ്കിൽ മൈനസ് ആൽഫയും W1ലെ എലമെൻ്റാണ്, സിൻസ് W1 ഈസ് എ സബ്സ്പേസ്. അപ്പോൾ മൈനസ് ആൽഫ W1ലുണ്ട്.
ആൽഫ പ്ലസ് ബീറ്റയും W1-ലുണ്ട്, മൈനസ് ആൽഫയും W1-ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ എന്നുള്ളതും എവിടെ ഉണ്ടായിരിക്കണം? W1-ൽ ഉണ്ടായിരിക്കണം. W1 സബ്സ്പേസ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ ആൽഫ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്തെഴുതാം? ബീറ്റ ബിലോങ്സ് ടു W1. അത് കോൺട്രഡിക്ഷൻ അല്ലേ? കാരണം എന്താ, നമ്മളെടുത്തത് ബീറ്റ ഡസ് നോട്ട് ബിലോങ്സ് ടു W1 എന്നായിരുന്നു. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. തിരിച്ച് ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W2 എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബീറ്റ ബിലോങ്സ് ടു W2. ദെർഫോർ ആൽഫ ബിലോങ്സ് ടു W2, ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അതിൻ്റെ അർത്ഥം എന്താ? W1 യൂണിയൻ, നമ്മുടെ അസംഷൻ റോങ് ആണ്. W1 യൂണിയൻ W2 ഈസ് എ സബ്സ്പേസ്. ദെൻ W1 ഈസ് contained in W2 or W2 is contained in W. Okay. Next, ഒരു definition ആണ്. Let S be a set of vectors in a vector space V. The subspace spanned by S is defined to be the intersection W of all subspaces of V which contains S. When S is a finite set of vectors, S equal to alpha 1, alpha 2, etc. alpha n, we shall simply call W the subspace spanned by vectors alpha 1, alpha 2, etc. alpha n. എന്താണെന്ന് പറയാം? V എന്നുള്ളൊരു വെക്റ്റർ സ്പേസ് ആണ്. S എന്നുള്ളത് വിയിലുള്ള ഒരു സെറ്റാണ്. S എന്ന് പറയുന്നത് വിയിലുള്ള ഒരു സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്പേസ് സ്പാൻഡ് ബൈ S എന്ന് പറയുന്നത് എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളും എടുത്ത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളും എടുക്കുക. അത് W ആൽഫകളാണെന്ന് വിചാരിക്കുക. എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്പേസുകൾ W ആൽഫകളാണെങ്കിൽ W ആൽഫയുടെ ഇൻ്റർസെക്ഷൻ എടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സ്പേസ് സ്പാൻഡ് ബൈ S എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടി പറഞ്ഞാൽ, let V be a vector space. W alpha be the collection of subspaces which contains S. Then the subspace spanned by S is W, that is equal to intersection of W alpha. Clear ആയെന്ന് വിചാരിക്കും.